ഹായ് കൂട്ടുകാരെ, ഞാനിത് എവിടെ പോകാനായിട്ട് നിൽക്കുകയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഹായ്, ഞങ്ങൾ കോട്ടയം വരെ പോവുകയാണ്. നമുക്ക് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് പോവാം. ഓക്കെ. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു കേട്ടോ. ആ സന്തോഷങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് ഇല്ലാതായതെന്ന് നിങ്ങൾക്ക് പിന്നീട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ കാറ് മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് കിടക്കുമായിരുന്നു കോട്ടയത്ത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും മോളും കൂടി ബസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്നിട്ട് കാറൊക്കെ എടുത്തിട്ട് ഒരു ട്രിപ്പ് പോകണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാം പാളിപ്പോയി. പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. അവിടുന്ന് ഞങ്ങൾക്ക് ബസ്സിൽ പോകണമായിരുന്നു. കോട്ടയത്ത് എത്തിയിട്ട് അവിടെ നിന്നും പിന്നീട് ട്രാവൽ ചെയ്തിട്ടേ മരങ്ങാട്ടുപള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു. ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത്, അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ബസ്സിൽ പോകുമായിരുന്നു. അതായത് ആയൂരിൽ നിന്ന് കോട്ടയം പോകണം, കോട്ടയത്ത് നിന്ന് മരങ്ങാട്ടുപള്ളി പോകണം. അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു. ഇടയ്ക്ക് മോൻ ഫുഡ് കഴിച്ചു, പിന്നെ കിടന്നൊന്ന് ഉറങ്ങിയില്ല. അവൻ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ കോട്ടയം എത്തി. അവിടുന്ന് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു. പിന്നീട് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ഒരു വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാനിതാ കോട്ടയം ജനറൽ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അവിടെ എന്താ പറയുക, അവിടെ ഡോക്ടർമാരൊന്നും മൈൻഡ് ആക്കുന്ന പോലെ ഇല്ലായിരുന്നു. ഒരു ഐസ് ക്യൂബ് എടുത്ത് തന്നു, അവിടെ കിടന്നു. ഞങ്ങളെവിടെയെങ്കിലും പോയാലോ, വേറെ ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്നുകൂടി ആലോചിക്കുകയുണ്ടായി. നമുക്കറിയപ്പെടാത്തൊരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ ആ ബെഡിലിരുന്ന പയ്യനും കുറേ നേരമായി എത്തിയിട്ട്. അപ്പോൾ എന്നാ ഡോക്ടർമാരൊന്നും നോക്കിയതൊന്നും ഇല്ലായിരുന്നു. അവിടെ എല്ലാ ഡോക്ടർമാരും 4 ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാഷ്വാലിറ്റിയിൽ. പക്ഷെ ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അവിടെ പോയി ഇവിടെ പോകുമെന്ന് പറയുന്നില്ലാതെ ആരും നോക്കുന്നില്ലായിരുന്നു. നമുക്ക് ഒരു ചികിത്സയും തന്നില്ലല്ലോ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ എത്രയും പേര് ഇവിടെ കിടക്കും. ഒരു കാര്യം ചെയ്യാൻ പോവാൻ വേറെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് തീരുമാനം എടുത്തെങ്കിലും പോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഡോക്ടർമാർ നോക്കിയത്. പിന്നെ ഇഞ്ചക്ഷൻ തന്നു, എക്സ്റേ എടുത്തു. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശേഷം അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും.